അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ PMS തങ്ങൾ. 22 കൊല്ലത്തോളമായി കൊടുങ്ങല്ലൂരിനടുത്ത് വള്ളിവട്ടം ഉമിരിയ എന്ന് പറയുന്ന സ്ഥലത്ത് സേവനം ചെയ്തു വരുന്നു. ഈ സ്ഥാപനത്തിൽ എന്നെ ഏൽപ്പിക്കുന്ന സമയം കുറഞ്ഞ സെന്റ് സ്ഥലവും 2 മുറിയുള്ള കെട്ടിടവും ഒരു ചെറിയ ഇരുമ്പിന്റെ മേശയും ചുവന്ന 20 രൂപയുടെ നോട്ടുമായിരുന്നു. കണക്കുകളില്ല, മറ്റ് റെക്കോർഡുകളില്ല, എടുത്ത സ്ഥലത്തിന്റെ ആധാരം വ്യക്തമല്ല. അതുപോലെ തന്നെ മുൻഗാമികൾ എനിക്ക് മുമ്പ് 1 വർഷം മുമ്പാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അന്ന് മുതൽ ഞാൻ വരുന്നത് വരെയുള്ള കണക്കുകളോ മറ്റു രേഖകളോ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പലചരക്ക് കടയിലും അതുപോലെ തന്നെ മത്സ്യം വാങ്ങുന്നിടത്തൊക്കെ കടം വെച്ചുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ആവശ്യമാകുന്ന ബാത്റൂമില്ല, ടോയ്ലറ്റുകളില്ല, കുടിവെള്ളമില്ല. പലപ്പോഴും ഈ വിനീതൻ തന്നെ അയൽവക്കത്തുള്ള വീടുകളിൽ ചെന്നാണ് വെള്ളം കോരിക്കൊണ്ടുവരാറ് പതിവ്. അതിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് മൂത്രിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ തൊട്ടടുത്തുള്ള വേലിയിൽ നിന്ന് കഴുതത്തല വെട്ടി ഞാൻ തന്നെ ഓല വെട്ടിയുണ്ടാക്കി മടഞ്ഞ് 3 റൂമുകളെപ്പോലെ മൂത്രിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ചെന്ന് മൂത്രിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടാക്കി അങ്ങനെ തുടങ്ങിയ ഈ ചെളിക്കുണ്ട് ഇന്നിപ്പോൾ അൽഹംദുലില്ലാ 2 ആന നിന്നാൽ കാണാത്ത അത്രയും പ്രയാസം നിറഞ്ഞ സ്ഥലം, വലിയ കൃഷിയുണ്ടാക്കിയ ഇടം, റോട്ടുമെന്ന് സ്ഥാപനത്തിലേക്ക് വരണമെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടണം. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ സ്ഥാപനം ഈ വിനീതനെ ഏൽപ്പിക്കുന്നത്. ഇന്ന് വയസ്സ് 41 കഴിഞ്ഞു. 22 കൊല്ലമായി. ആ സമയത്തുള്ള എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. സ്ഥാപനമോ അതിൽ മറ്റോ നടത്തിയൊരു ശീലവുമില്ല. എങ്കിലും അള്ളാഹു എൻ്റെ മഹാന്മാരെ കുരുത്തം കൊണ്ട്, എൻ്റെ പിതാവിൻ്റെ കുരുത്തം കൊണ്ട് എന്തൊക്കെയോ ചില കഴിവുകളും അവസരങ്ങളും അള്ളാഹു തആല എനിക്ക് നൽകി. ഞാനത് ഇന്നും നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനത്തെ വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ സ്ഥാപനം ഞാൻ കെട്ടിപ്പടുക്കുന്നത്. പല ഇഷ്ടിക കളങ്ങളിലും നമുക്കറിയാം, ചെറുതുരിക്കടുത്ത് പള്ളത്ത്, ദേശമംഗലം അടുത്ത് പള്ളത്ത് ഞാൻ മുമ്പൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി പോയ സമയം നട്ടുച്ച വെയിലിൽ നടന്നുകൊണ്ടാണ് സുലൈമാൻ എന്ന് പറഞ്ഞ സഹോദരൻ പരിചയപ്പെടുത്തി ആ സ്ഥലത്തുള്ള ഇഷ്ടിക കളങ്ങളിൽ ചെന്ന് 100ഉം 200ഉം 500ഉം ഇഷ്ടികകളായി വാങ്ങി ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടുകെട്ടുന്ന പണി തുടങ്ങുന്നത്. ആദ്യം തന്നെ പ്രിയപ്പെട്ട മക്കൾക്കുള്ള ടോയ്ലറ്റുകളും ബാത്റൂമിന്റെ സംവിധാനമാണ് ഞാൻ ചെയ്തത്. പിന്നീട് കുടിവെള്ളത്തിന്റെ പദ്ധതിയാണ് ഞാൻ ചിന്തിച്ചത്. അൽഹംദുലില്ലാ, ഉപ്പുവെള്ളം കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശത്ത് അപ്പുറത്ത് 2 സെന്റ് സ്ഥലം വാങ്ങി കിണർ കുത്തി ടാങ്ക് പണിത് ഇന്ന് റാഹത്തായ വെള്ളം അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും വരൾച്ച നേരിടുന്ന സമയം അല്പം പ്രയാസമുണ്ട്. അതിനിടയിൽ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ ത്യാഗത്തിനിടയിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് എന്നെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ തേടിയെത്തുന്നത്. എല്ലാം ഞാൻ ക്ഷമിച്ചു. ഞാൻ ഇന്ന് വരെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൂടെയോ ഒന്നും ആരെയും പറയാനോ ആക്ഷേപിക്കാനോ ഒരുങ്ങിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ സമയം ചെലവഴിക്കാറ് പതിവില്ല. പക്ഷേ ഈ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലൊക്കെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ടെടുക്കേണ്ട സമയം ഈ വിനീതന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ആരും തമ്മിലടിക്കരുത്, തർക്കങ്ങൾക്ക് നിൽക്കരുത്. എനിക്കത് കാണുമ്പോൾ വലിയ പ്രയാസമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നുമില്ലാത്തയിടത്തുനിന്ന് കോടികളുടെ ഒരു ആസ്തിയായി ഈ സ്ഥാപനം പടുത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെ ചെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കൈനീട്ടിയപ്പോൾ സഹായിച്ചിട്ടുണ്ട്. രാത്രി ഉറക്കമില്ല, പകൽ വിശ്രമമില്ല. പാതിരക്ക് ഓരോ റൂമിന്റെ അരികിലെത്തുമ്പോൾ വാതിൽ പൂട്ടിയിട്ടുണ്ടാവും. ഷൂവും മറ്റും അഴിച്ചു വെക്കുന്നിടത്ത് തലയെ കെട്ടിയ തുണി വിരിച്ചാണ് ഞാൻ പലപ്പോഴും കിടന്നിട്ടുള്ളത്. ഞാനൊന്ന് എടുത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല, പക്ഷെ ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ബിൽഡിങ്ങുകളായി
അതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകളുടെ അഭിപ്രായ പ്രകാരം ഒരു സ്കൂൾ തുടങ്ങണമെന്ന് കരുതി അതിനും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഒരാളുടെയും മറ്റ് സഹായങ്ങളോ പ്രചോദനവും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ഈ ഖലീഫ എന്ന് പറഞ്ഞ നമ്മുടെ ഈ പ്രസ്ഥാനം, എനിക്കറിയാം ഒരു വിധത്തിലുള്ളൊരു സഹായം അല്ലെങ്കിൽ അവർ മുഖേന വിദേശത്ത് പോകുമ്പോൾ ഒരു സഹായം എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് ഈ നാട്ടുകൂടെയും വിദേശത്തൊക്കെ ഓടി നല്ലൊരു കെട്ടിടമുണ്ടാക്കി അന്ന് മുതൽക്ക് തന്നെ മന്ത്രിമാരും MLA-മാരും നമ്മുടെ നേതാക്കളും ഈ സ്ഥാപനത്തിൽ വരുവാൻ തുടങ്ങി. അവർ വന്ന് ചിലവാകി. അൽഹംദുലില്ലാ കെട്ടിടങ്ങളൊക്കെ ആയി. 1500ഓളം കുട്ടികൾ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതിനിടയിൽ പിന്നീട് അല്പം കുട്ടികൾ കുറഞ്ഞു പോയത് 2 കൊല്ലത്തോളമായി. ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം 9ഓളം സ്കൂളുകൾ ഇതിന്റെ പരിസരത്ത് വന്നു. ഇപ്പോഴും സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും യാത്രാ സൗകര്യം നോക്കിയിട്ട് സ്കൂളിലേക്ക് വരാതെ കുട്ടികൾ അടുത്തുള്ള സ്കൂളിൽ ചേർത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അതല്ല സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം മോശമായിട്ടോ അധ്യാപകരുടെ കുറവ് കൊണ്ടോ ഒന്നും തന്നെ കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടില്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങളും മറ്റും നിലവിൽ വന്നു. പിന്നീട് ദഅവാ കോളേജിന് സൗകര്യക്കുറവ് വന്നു. ഗവൺമെന്റിന്റെ പിടിമുറുക്ക് മൂലം ഒരു കുട്ടിക്ക് 40 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞു. അവരുടെ കണക്ക് പ്രകാരം ഇവിടെ ഏകദേശം 70ഓളം കുട്ടികൾ കൂടുതലാണ്. വളരെ പെട്ടെന്ന് തന്നെ വലിയ വില കൊടുത്ത് തൊട്ടപ്പുറത്ത് 14.5 സെന്റ് സ്ഥലം വാങ്ങി. ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 4 നില കെട്ടിടമായി. ഏകദേശം 1.5 കോടിയോളം ചെലവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും ബാക്കി പണികൾ നടക്കണം. അതിനാളുകൾ സഹായിക്കുന്നുണ്ട്. നല്ല റാഹത്തുള്ള മാർബിളും ടൈലും വിരിച്ചും അതുപോലെ തന്നെ സംവിധാനം ചെയ്തുമാണ് ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ചില സമയങ്ങളിൽ എന്നെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ ഖളാ ആണ്. എൻ്റെ കുടുംബപരമായ ചില വിഷമങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ 14 കൊല്ലത്തോളം ഞാൻ സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു. ഈ സ്ഥാപനത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരാതിരുന്നത്. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഞാൻ രഹസ്യമാക്കി വെച്ച വിഷയങ്ങൾ തന്നെ. ബാബാദാരമിയുടെ പെങ്ങളെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. വളരെ റാഹത്തിൽ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് വേറെ വിഷമങ്ങളൊക്കെ സംഭവിച്ചില്ലാത്ത ആരോപണങ്ങൾ ഈ പെണ്ണിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് ചില ആളുകൾ കൂട്ടുനിൽക്കുകയും ഹക്ക് എൻ്റെ ഭാഗത്തുനിന്നത് അന്വേഷിക്കാതെ പല മോശമായ കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് വരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷേ ഇപ്പോൾ എന്നെ പലരും വിളിച്ച് നിർബന്ധം പറയുകയാണ്, നിരന്തരം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, സത്യമുള്ളത് കൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നത് എന്ന് പലരും ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊരു അവിവേകമാണ് നിങ്ങൾക്ക് തോന്നരുത്. അത്രയും മാനസികമായ പ്രയാസം എനിക്കുണ്ട്. എങ്കിലും ഇത്രയും പ്രയാസങ്ങളുണ്ടെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും രാത്രി പരിപാടികൾക്ക് വേണ്ടി പോകുന്നു. അവിടെ നിന്ന് കിട്ടുന്നതുമായി സ്ഥാപനത്തിലെത്തുന്നു. വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം, 1 രൂപ ഞാൻ ഈ സ്ഥാപനത്തിൻ്റേത് തട്ടിപ്പ് നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താമായിരുന്നുവെങ്കിൽ എത്രയോ ഞാൻ ഇവിടെ കോടികൾ സമ്പാദിക്കുമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന അടുത്തറിയുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവരാണ് എന്നെ വ്യക്തിപരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടിവിടെ വന്നപ്പോൾ 300 രൂപ കൊടുത്ത് സ്വന്തം പൈസ കൊടുത്ത് ഞാൻ സൈക്കിൾ വാങ്ങി. പൂവത്തുംകടവ് പാലമില്ലാത്ത സമയം ഞാൻ പലപ്പോഴും സൈക്കിൾ ചവിട്ടിയാണ് എസംപുരത്ത് പോയി മത്സ്യവും മാംസവും പച്ചക്കറിയും വാങ്ങി വരാറ്. 3.5 കിലോമീറ്ററോളം പോയി കോണത്തുകുന്ന് ചെന്ന് പലചരക്ക് വാങ്ങി ഞാൻ വരും. അങ്ങനെ ആ സൈക്കിളിൽ 2 കൊല്ലത്തോളം ഞാൻ നടന്ന്, പിന്നീട് മറ്റുള്ള സഹായം കൊണ്ട് ഞാനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങി. ഏകദേശം 8 കൊല്ലത്തോളം ഞാൻ ആ ബൈക്കിൽ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന് സേവനം ചെയ്തു. പിന്നീട് ഖത്തറിൽ ചെന്നപ്പോൾ എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള വിശ്വാസികൾ മുഅ്മിനീങ്ങൾ പറഞ്ഞു, തങ്ങൾ സെക്കൻഡ് വാഹനം എടുക്കണ്ട, പുതിയ വണ്ടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് അന്നൊരു മാരുതി കാർ എനിക്ക് എടുത്തു തന്നു. പിന്നീട് ഓട്ടങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഞാൻ സലാലയിൽ ചെന്നപ്പോൾ
ആ വാഹനം മാറ്റി തങ്ങൾ നല്ലൊരു വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞ് എനിക്കൊരു ഇനോവ കാർ എടുത്തു തന്നു. ആളുകൾ മരിച്ചിട്ടില്ല, ഇപ്പോഴും സാക്ഷികളുണ്ട്. 5 കൊല്ലത്തിലേറെ ഞാൻ ആ വാഹനത്തിൽ ഓടി. ഈ സ്ഥാപനത്തിനാണ് ഏറെയും. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സ്വന്തമായൊരു യാത്ര, ഏറിയാൽ 2.25 ലക്ഷം കിലോമീറ്റർ ഓടിയതിൽ ഒരു 25,000 കിലോമീറ്റർ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ ഓടിയിട്ടുണ്ടാവും. പിന്നെ ഏറെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഓടി തളർന്ന് വീണ്ടും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ കണ്ണൂരുള്ള ഫാറൂഖ് ഹാജിയും അലിയും തുടങ്ങിയവർ പറഞ്ഞു, തങ്ങൾ ആ വണ്ടി മാറ്റണം എന്ന് പറഞ്ഞാണ് എനിക്ക് മറ്റൊരു വാഹനം വീണ്ടും എടുത്തു തന്നത്. അവർ മരിച്ചിട്ടില്ല. ഒരു ദിക്ർ ഹൽക്കയിൽ വന്ന് ആ പൈസ തന്ന് സന്തോഷത്തോടെ അവർ ദുആയിൽ പങ്കെടുത്ത് പോയത് ഇവിടുത്തെ 100 കണക്കിന് ആളുകൾ സാക്ഷിയാണ്. ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ സ്ഥാപനത്തിൻ്റെ മുതൽ ഞാൻ അപഹരിച്ചിട്ടില്ല. അള്ളാഹു എനിക്ക് അങ്ങനത്തെ അവസ്ഥ വരുത്തിയിട്ടില്ല, വരുത്താതിരിക്കട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളാരും ആ രൂപത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഏതായാലും സ്ഥാപനത്തിൻ്റെ എല്ലാ കണക്കുകളും കാര്യങ്ങളും വളരെ കൃത്യമാണ്. ഇതിനെ തുറന്നുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുക എന്ന നിലയിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഏറെയാണ്. ബാബാദാരിമിയുടെ പെങ്ങളെ മകളെ കല്യാണം കഴിച്ചു എന്ന ആ ഒരൊറ്റ വിഷയമാണ് ഈ വിഷയത്തിൽ ആളുകൾ എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനറിയാം എന്താണുള്ള സത്യം എന്നുള്ളത്. ഞാൻ ആ മാറ്ററിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എങ്കിലും എന്നെ ഒരുപാട് വ്യഭിചാരാരോപണങ്ങളും, മുനീബ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ തൊലാക്ക് ചൊല്ലിയ പെണ്ണിൻ്റെ അടികിൽ ചെന്ന് മണിക്കൂറുകളോളം വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കി അത് ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശത്ത് നിന്ന് ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ കണ്ട് സങ്കടം പറയുന്നു. ഈ പെണ്ണ് മാനസിക രോഗിയാണോ, ആരാണിത് വീഡിയോ റെക്കോർഡാക്കി വിട്ടിരിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അള്ളാഹു അവർക്ക് കൊടുക്കും. അങ്ങനെ ഇദ്ദയിലിരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുപോയി പത്രസമ്മേളനം നടത്താനും വേറൊരു വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും വീഡിയോ റെക്കോർഡാക്കി ആ ക്ലിപ്പുകൾ പുറത്തുവിടുകയും വിട്ട ക്ലിപ്പ് അവർക്കെതിരാണെന്ന് മനസ്സിലായപ്പോൾ അത് പോസ്റ്റ് ചെയ്ത വ്യക്തിയെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. കാട്ടൂക്കാരൻ റാഫിയാണ്. ഞങ്ങൾക്കതിൻ്റെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അവൻ ഫേക്ക് ഐഡിയിലൂടെ പലതും ഉണ്ടാക്കിയിട്ട് വിടുകയാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്കൊരു സഖാഫിയുടെ വ്യാജ ഐഡി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുകയാണ് പലതും. അപ്പം ഇങ്ങനെ വളരെ മോശമായ രൂപത്തിൽ എന്നെ കരുവാരിത്തേക്കാനും ഈ സ്ഥാപനത്തിൽ ഇടിച്ചു താഴ്ത്താനും ഒരുങ്ങുന്നതിനിടയിൽ ബുദ്ധിയും തൻ്റെ ഇടവും ദീനിന് ഹിദ്മത്തെടുക്കുന്ന ദാഴികളായ ചില ആളുകൾ വിവരമില്ലാത്ത ജാഹിലിനോട് നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. ഇത്തരം മാനസികമായ അവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സേവനം ചെയ്ത സ്ഥാപനത്തിൽ ഒരു കൂട്ടർ വരികയാണ്. ഏറെയും എന്നെ വേദനിപ്പിച്ച വിഷയം, ആര് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ദീനിൻ്റെ ഖാദിമീങ്ങളോട്, സംഘടനാ പ്രവർത്തകരോട്, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 100 കണക്കിന് ആളുകൾ എന്നെ സ്വീകരിക്കാനുണ്ട്. പല സ്ഥാപനങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ തന്നെ പലയിടത്തും ചെന്നാൽ സ്ഥാപനം തുടങ്ങാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കുടുംബ വിഷയം മുഴുവനും ഇന്നുവരെ സഹിച്ചത് ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. മാത്രമല്ല ഇപ്പോഴും ഞാൻ സഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടായാൽ ഇവിടെ പഠിക്കുന്ന 147ഓളം കുട്ടികളും സ്റ്റാഫുകളും ഒരുമിച്ചിറങ്ങും. അപ്പം അത്രയും ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു മീറ്റിംഗ് കൂടുകയും എന്നെ വിളിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഖലീഫ എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂരിൽ നിന്ന് ചില കത്തുകൾ കൊടുത്തായി ചില വ്യക്തികൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ കോപ്പിയിൽ 3 വർഷത്തേക്ക് നിങ്ങളെ കമ്മിറ്റിയുടെ മെമ്പറാക്കി എന്ന് പറഞ്ഞിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷെ ആ ക്ഷണിച്ചപ്പോൾ എനിക്ക് സങ്കടമുണ്ടായിട്ടില്ല. ഞാൻ ഖലീഫയുടെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ആ മീറ്റിംഗ് വിളിച്ചത്. ഞാനുകൂടി ഉൾപ്പെടെ ആയിരിക്കണം ആ മീറ്റിംഗ് വിളിക്കേണ്ടത്. 22 കൊല്ലം സേവനം ചെയ്ത സ്ഥാപനത്തിൽ ഈ നാട്ടിൽ ആ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന ആളുകൾ പ്രാദേശികമായി പ്രാസ്ഥാനിക രംഗത്ത് വല്ല ബന്ധങ്ങളുണ്ടോ, സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ, അതുപോലെ തന്നെ ബിദ്ഈ ആശയക്കാർ അതിനകത്തുണ്ടോ? ഈ പൾസർ എന്ന് എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല. എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി, ഈ സ്ഥാപനത്തിന് പടിയിറക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ചില മോശമായ തീരുമാനങ്ങളാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ ഞാൻ അവസാന സമയത്ത് മീറ്റിംഗ് കൂടി അവർ ദുആ ചെയ്ത് പിരിയുന്ന സമയത്ത് കയറി ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദിന് അത്രയും അസഭ്യം പറയുന്ന ഷായർ മുബാറക്കിനെ കുറിച്ച് പറഞ്ഞത്, ഉസ്താദിന്റെ രഹസ്യാവയവത്തെ ഭാഗത്തുള്ള രോമത്തെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞുകൊണ്ട് കളിയാക്കിയ വ്യക്തി. തെളിവുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ട്, ഈ നാട്ടിലെ പലരുമുണ്ട്. അത്രയും മോശം പറയുന്ന ഒരു വ്യക്തി, വിദേഹത്തിന്റെ ആശയക്കാരായ ചില കക്ഷികൾ
എനിക്കതിനകത്ത് കാണാൻ കഴിഞ്ഞു. വന്യരായ ശൈഖുനാനെ തെറി പറയുന്ന, എപ്പോഴും ചീത്ത വിളിക്കുന്ന, ബുറുദ നടക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന, അത്രയും മോശം പറയുന്ന ഈ കക്ഷികളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. ഞാൻ വെറുതെ പറയുകയല്ല, ഈ നാട്ടിലെ ഓരോ വീട്ടിലെ ഉമ്മമാര് പറയും എ.പി. ഉസ്താദിനെ കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ. സ്ഥാപനത്തിന്റെ സംഘടനയുടെ മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ അത് കീറി ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങളെ കൺമുമ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞ കക്ഷിയെ അതിൽ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം SSFന്റെ പരിപാടി നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചെന്ന് ക്ഷണിച്ച സമയത്ത് വളരെ മോശം പറഞ്ഞ് ആട്ടി ഓടിച്ച ആളുകൾ ആ കമ്മിറ്റിയിലുണ്ട്. ഇത്തരം കക്ഷികളാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ബൈലോ പരിശോധിച്ച് നോക്കിയാൽ അറിയാം ആശയവും ആദർശവും. അത് എന്താണ്, എങ്ങനത്തെ ആശയക്കാർക്കാണ് ഇത് മെമ്പറാകാൻ അധികാരമുള്ളത്. ഇങ്ങനെയൊക്കെ അതിനകത്തുണ്ടായിട്ട് പോലും ഈ പറയപ്പെട്ട, ഞാൻ നേരത്തെ പരാമർശിച്ച ഉസ്താദിനെ തെറി പറയുന്ന വ്യക്തിയെ, ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഈ വ്യക്തിയെ നേരിൽ ഇവർ ക്ഷണിച്ചു വരുത്തിയിട്ട് 35 കൊല്ലം സേവനം ചെയ്ത ഇപ്പോഴത്തെ ഖത്തീബ് ഉസ്താദിന് ഒരു മെമ്പറാകാൻ പോലും അധികാരമില്ല. അദ്ദേഹത്തെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. 22 കൊല്ലം എൻ്റെ ചോരയും നീരും ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഇറക്കി അധ്വാനിച്ച് എനിക്ക് ഈ കമ്മിറ്റിയിൽ കയറാൻ ഒരു അധികാരമില്ല. താൻ വെറും കേവലം ഇവിടുത്തെ പെയ്ഡ് സ്റ്റാഫാണ്, ശമ്പളം പറ്റുന്നവനാണ്. ഇത് ഉമരിയ ചാരിറ്റബിൾ സെന്ററിന്റെ കമ്മിറ്റിയാണ്, ഒരു അധികാരവുമില്ല. താൻ അങ്ങനെ ഖലീഫയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയുക, ഇവിടെ പറയാൻ തനിക്ക് അധികാരമില്ല എന്ന് ഇന്നലെ കയറി വന്ന കീഴ്പള്ളിക്കര ഫൈസൽ, അദ്ദേഹമാണ് ഈ സ്ഥാപനം മുഴുവൻ ഉണ്ടാക്കിയെന്ന് അവകാശവാദം നടത്തുന്നു. ഈ കഴിഞ്ഞ സമയം ഞാൻ പുതിയതായി പണിയുന്ന ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് ദുബൈയിൽ ചെന്നപ്പോൾ 100 തവണ ഞാൻ പറഞ്ഞു, ഫൈസൽക്ക എവിടെയെങ്കിലും 10 ആളെ കാണാൻ എനിക്ക് അവസരം തരണം, ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കണം. ഒരാളെപ്പോലും കാണിച്ചു തരികയോ അടുത്ത് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അത്രയും ആ സമയത്ത് ഞാൻ എൻ്റെ വല്ലാത്ത വിഷമം ഞാൻ പങ്കുവെച്ച അദ്ദേഹത്തോട് പലതവണയും ഫോൺ ചെയ്യും, ചിലപ്പോൾ ഫോൺ എടുക്കില്ല. അങ്ങനെയൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോഴും എനിക്കിപ്പോൾ വരാൻ ഒഴിവില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ കക്ഷിയാണ് ഈ സ്ഥാപനം മുഴുവൻ ഉണ്ടാക്കിയെന്ന് ഇവരുടെ അവകാശവാദം പറഞ്ഞ് എന്നെ പൂർണ്ണമായും കമ്മിറ്റി നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. തനിക്ക് യാതൊരു അധികാരവും ഇവിടെ ഇല്ല, വെറും ഒരു സ്റ്റാഫാണ്, എന്ത് വേണമെന്ന് പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഈ ഫൈസൽ എന്നോട് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഉസ്താദിനെ കയ്യേറ്റം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. കയ്യേറ്റം ചെയ്യാവുന്ന അവസ്ഥയിൽ തള്ളി ചുമരിന്റെ ഭാഗത്തെത്തി അദ്ദേഹത്തിന്റെ സംസാര ശൈലി അടിയുടെ പക്കത്തേക്ക് എത്തിയത് പലരും സാക്ഷിയാണ്. അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമല്ലേ, സ്വന്തം പിതാവിനെ പോലെ കണക്കാക്കുന്ന ഇവിടെ വലിയ ഉസ്താദ് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തെയും ഈ സാധുവായി എന്നെയും ഇറങ്ങട പുറത്ത് എന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾ വെറുതെ നിൽക്കുമോ? അത് ചെയ്തത് തെറ്റായി പോയി എന്ന് ചില കക്ഷികൾ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ തെറ്റിന്റെ മുമ്പിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ സ്റ്റാഫുകൾ ഞങ്ങളെ ക്രൂശിക്കുമ്പോൾ, അക്രമത്തിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായും അവർ ശബ്ദിക്കാതിരിക്കൂല. കാരണം അവർക്ക് ശമ്പളവും സൗകര്യവും ചെയ്തു കൊടുക്കുമ്പോൾ ആ നന്ദി കാണിക്കാതിരിക്കൂല. അതിന് ഞാൻ അവരെ തയ്യാറാക്കിയിട്ടുമില്ല. അങ്ങനെ തയ്യാറാക്കുമായിരുന്നു. എന്നോട് അന്നത്തെ ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ പലരും പറഞ്ഞു, എനിക്ക് ചുരുങ്ങിയൊരു 500 പേരെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു. ചോദിച്ചതോടെ ഞാൻ മുഴുവനും പറഞ്ഞു, വല്ലാഹി സുമ്മ വല്ലാഹി നിങ്ങൾ വരാൻ പാടില്ല, അത് ചെയ്യരുത് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. വന്നവരെ മുഴുവനും ഞാൻ മടക്കി പറഞ്ഞയച്ചു. ഞാൻ അതിനുവേണ്ടി ചട്ടം കെട്ടിയിട്ടില്ല ആരെയും. പക്ഷേ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ രംഗം പ്രതീക്ഷ ഞങ്ങൾ ഇവിടെ വന്നത്, ഇത് ഈ മനഃപൂർവ്വം ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചാണെന്ന് വരെ പറഞ്ഞു. അള്ളാഹുവിനറിയാം അതിന്റെ സത്യം. മാത്രവുമല്ല, ഞാൻ ഫൈസൽക്കായുടെ ശരീരത്തിൽ നിന്ന് തൊട്ട് സംസാരിച്ചപ്പോൾ സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ തടൽ ഞാൻ തുടങ്ങിയപ്പോൾ എന്റെ ശരീരത്തിൽ തൊട്ടു പോകരുതെന്ന് വരെ പറഞ്ഞ് എന്നെ മാനസികമായി പ്രയാസപ്പെടുത്തി. എന്റെ കൈ തട്ടിക്കളഞ്ഞു അദ്ദേഹം. ഇരിക്കട്ടെ, അതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നവൻ. ഏതായാലും ഇത്രയും മോശമായി പറയുന്ന ആളുകളെ ഇതിനുശേഷം തുടരുതെന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം ഈ പറയപ്പെട്ട കക്ഷികളെ തോളത്ത് കൈയിട്ട് അവരെ നെഞ്ചോട് അണച്ചുപിടിച്ച് സന്തോഷം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പോകുന്ന രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്തിനു വേണ്ടി? ഈ സത്യങ്ങൾ തുറന്നു പറയണം. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയാൽ എനിക്ക് ജോലികൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ഈ സ്ഥാപനം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇത് പ്രസ്ഥാനത്തിൻ്റെതാണ്, SSFന്റെ സ്ഥാപനമാണ്, നമ്മുടെ സുന്നത്തമായത്തിന്റെ പ്രവർത്തകർ നെഞ്ചിലേറ്റിയ സ്ഥാപനമാണ്. അതിനാണ് ഞാൻ ഇതുവരെ ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിനെ സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സേവനങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ദുആ കൊണ്ട് മാത്രമാണ്. അതിനിടയിൽ നമ്മുടെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ പലരോടും പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. എന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില ആക്ഷേപങ്ങളൊക്കെ നടത്തിയപ്പോഴും എൻ്റെ ഫോട്ടോവും വേറൊരു പെണ്ണിന്റെ ഫോട്ടോവും മറ്റുമായി ഫേസ്ബുക്കിലേക്ക്
നിരന്തരം അത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പെണ്ണിന് എല്ലാ സൗകര്യവും ഞാൻ കൂടുതൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ പലരും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രചരിപ്പിച്ചത് മുഴുവൻ അല്ലാഹു തആല സത്യം മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് അവസരവും കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആളുകൾ തന്നെ ഞാൻ ഗൂഡല്ലൂർ സ്ഥലമെടുത്തിട്ടുണ്ട്, സ്ഥാപനം പണിയാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, സ്ഥലം ഞാൻ എടുത്തിട്ടില്ല, ഒരിക്കലും അതിന്റെ രേഖകൾ തെളിയിക്കാനും കഴിയില്ല. ഉണ്ടെങ്കിൽ അവരെന്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അങ്ങനെ എടുക്കാമായിരുന്നുവെങ്കിൽ എത്രയോ മുമ്പ് തന്നെ എനിക്കത് പ്രവർത്തിക്കാമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. ഉള്ള ഒരു സ്ഥലം തന്നെ നന്നാക്കിയെടുത്ത് അവിടെ ധാരാളം കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഒരു ആരോപണം സമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ പൂർണ്ണമായ തെളിവ് വേണം എന്ന് സംസാരിക്കുന്ന കക്ഷികളാണ്, അത് പഠിച്ച വ്യക്തികളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ഇതുവരെ പറഞ്ഞുണ്ടാക്കിയ ആരോപണങ്ങൾ മുഴുവനും തികച്ചും അത് തെറ്റാണ്. എന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും വല്ലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. വല്ലാഹി സുമ്മ വല്ലാഹി, അതിൽ യാതൊരു കടത്തിക്കൂട്ടലുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും അതിന് സത്യം അറിയാം. ഇനിയും സത്യം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വന്നാൽ ഞാനത് കാണിച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ മറ്റുള്ളവരെ പോലെ ഞാൻ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വേണ്ടി വന്നാൽ ഇൻഷാ അള്ളാഹ് ഞാൻ ആ രംഗങ്ങൾ മുഴുവനും ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം പലയിടങ്ങളിൽ നിന്നും ഇതിനെന്തെങ്കിലും സത്യമില്ലാതെ തങ്ങൾ ഉണ്ടാതിരിക്കുകയല്ലോ, അതുകൊണ്ടല്ലേ എന്ത് പുറത്തുവിടാത്തത് എന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് പുറത്തേക്ക് വിടുന്നത്. ഒരാളും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് വലിയ ചർച്ചക്കെടുത്ത് എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിൽ പങ്കെടുത്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സമയം ചെലവഴിക്കരുത്. പകരം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുത്ത് ദിക്ർ ചൊല്ലി കഴിയേണ്ടവരാണ്. ദുനിയാവിന്റെ സംസാരം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ദോഷം അധികരിക്കും. ദോഷം അധികരിച്ചു കഴിഞ്ഞാൽ കൽബ് ചത്തുപോകും. കൽബ് ചത്തുപോയാൽ നരകത്തിലാണ് കാലാകാലം എന്ന് നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കരുത്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഏത് സമയവും ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ പിന്നീടുണ്ടാവുന്ന അതിന്റെ ദുരന്തം എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞാനില്ലെങ്കിലും സ്ഥാപനം മുന്നോട്ട് പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കാം. ഏത് സമയവും എന്തും സംഭവിക്കാം. പക്ഷേ സ്ഥാപനം നഷ്ടത്തിലാവാൻ പാടില്ല. അത് പ്രസ്ഥാന ബന്ധുക്കൾ മനസ്സിലാക്കി ഒരിക്കലും നിങ്ങൾ ബിദ്ഈ കക്ഷികൾക്കോ ഈ ലോകത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓടി നടക്കുന്ന വന്നിരായ ശൈഖുനാനെ തെറി പറയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അവരിതിലേക്ക് അടുപ്പിക്കരുത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആരധികാരത്തിൽ വന്നാലും ഇവിടെ മാനേജറായാലും സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും എനിക്ക് വിരോധമില്ല. എന്നോട് പലപ്പോഴും പ്രഗത്ഭരായ നമ്മുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യണമെന്ന്. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് പറ്റൂല, അതിനെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഇവിടെ ഹാദിമായി തന്നെ നിന്നോളാം എന്നാ മറുപടി പറഞ്ഞത്. അന്ന് പറഞ്ഞൊക്കെ ഇന്ന് ഓർത്തു പോവുകയാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ ഏത് സമയവും എന്റെ ഖൈറായ വഴി നോക്കി ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ പ്രസ്ഥാന ബന്ധുക്കളായ നിങ്ങൾ ഇങ്ങനെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പരിസരങ്ങളിൽ മുഴുവനും മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം കുറവ്, നമ്മുടെ സംഘടനത്തിന്റെ ആളുകൾ വളരെ കുറവ്. അത്തരം ആളുകൾക്കിടയിലാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാവരെയും തോളോട് തോൾ ചേർത്ത് സന്തോഷം നൽകി മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്തു തരട്ടെ. ഈ വിനീതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് അറിവില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് ആഖിറം ചീത്തയാക്കരുത്. എന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്ലീസ് നിങ്ങൾ ആരും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മോശങ്ങൾ പറഞ്ഞ് ആഖിറം നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് പുറത്തുവിടുന്നത്. ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പുറത്തുവിടാനുണ്ടായിരുന്നു. ഈ ശരീരം വേദനയാകുമ്പോൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെ ആ രൂപത്തിലേക്ക് നിങ്ങൾ വലിച്ചേക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കഴിവിന്റെ പരമാവധി ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഇബാദത്തെടുത്ത് ദീനിന് ഖിദ്മത്തെടുത്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും വീണ്ടും എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ അറിവ്, ഈ പറയപ്പെട്ട നിസാമി കല്യാണം കഴിച്ചത് ഞാൻ കഴിപ്പിച്ചു കൊടുത്തതാണ്, അതിന് എല്ലാ സഹായവും ഞാനാണ് ചെയ്തത് എന്ന് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് സ്റ്റേറ്റ് കമ്മിറ്റി മുമ്പിൽ അത് ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ ഇവരെ പോലെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അതിന് അല്ലാഹു തആല അവസരം വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരം നൽകാതിരിക്കട്ടെ. നമ്മുടെ ദീനിന്റെ ഖാദിമീങ്ങൾ വിദേശത്തും സ്വദേശത്തും ധാരാളം പ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനെ ഓർത്ത് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു എല്ലാ സൽക്രമങ്ങളും അവന് പൊരുത്തപ്പെടുന്ന അവന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടണം. ആർക്കാണ് എന്താ തെളിവ് വേണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. ഉൾമരിയ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റി ഇത് നശിപ്പിക്കരുത്. ജില്ലയിൽ ഇന്ന് ഏകദേശം 145ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ഇത് നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്, ഇത് പൂട്ടിയിടാൻ വളരെ എളുപ്പമാണ്. പിന്നീട് ഇത് തുറക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. പലപ്പോഴും കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഭാഗങ്ങളിൽ, പാലക്കാട് ഏരിയകളൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ചെന്ന് അവിടെ സ്ഥാപനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞ് സഹായം കിട്ടുന്നു. അവിടുന്ന് ധാരാളം കുട്ടികൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ വരുന്നു. അങ്ങനെയാണ് ഇക്കൊല്ലവും ധാരാളം കുട്ടികളോട് എത്തിയിട്ടുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാഹ് ധാരാളം സഖാഫിമാരായി, അഹ്സനിമാരായി, സഅദിമാരായി ഈ സ്ഥാപനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കാശ്മീരിലും ഹരിയാനയിലും വിദേശത്തും ഒക്കെ ഒരിക്കലും പഠിച്ച ഇൽമ നഷ്ടപ്പെടുത്താതെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഇരുലോകത്തും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾ ഈ വിനീതിന് വേണ്ടി ദ്വാരക്കണമെന്ന് വസിയ്യത്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.